കെ ഗണേഷ് ഉണ്ട്, ബി ജെ പിയുടെ നേതാവാണ്. അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ കെ ഗണേഷ്, ഇപ്പോൾ നിങ്ങൾക്ക് പറയാം RSSുമായി ആരെങ്കിലും കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് പ്രശ്നം? RSS എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയല്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ UDFും LDFും പറയുന്ന കാര്യങ്ങളുണ്ട്. RSSുമായിട്ടും BJPയുമായിട്ടും രഹസ്യബന്ധം അവർ പരസ്പരം ആരോപിക്കുകയാണ്. LDF പറയും UDFും BJPയും RSSുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് തിരിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ, അതുമല്ല ഇതേ ADGP തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, ഈ തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ RSSന്റെ ഒരു സമുന്നതനായ നേതാവ് തന്നെയാണ്, ജനറൽ സെക്രട്ടറിയാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ദത്താത്രേയ ഹൊസബലെ. അദ്ദേഹത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ നിർദോഷമായിട്ട് തള്ളിക്കളയണം, അതൊരു സാധാരണ സന്ദർശനമാണ് എന്ന് പറഞ്ഞൊഴിയുവാൻ കഴിയുമോ? അങ്ങനെയാണോ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതില് മഞ്ജുഷ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. RSS ഒരു നിരോധിത സംഘടനയല്ല. RSSന്റെ നേതാക്കന്മാർ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ കാണും, അവരെ തിരിച്ചും കാണാൻ ആളുകൾ വരും. അത് സ്വാഭാവികമാണ്. RSS ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. RSSലെ ഗവൺമെന്റ് എന്താ പറയുക, ജോലിയിൽ ഉള്ള ആളുകൾക്ക് പോലും RSSൽ പ്രവർത്തിക്കാം എന്ന് ഉള്ള വിധി വന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ ഈ RSSന്റെ ചുമതലയിൽപ്പെട്ട ആളുകൾ അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ കാണുക തന്നെ ചെയ്യും. അതിലൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇത് ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് പോയി കണ്ടതൊന്നുമല്ലല്ലോ, അങ്ങോട്ട് അജിത് കുമാറിനെ പോയി കണ്ടതല്ലല്ലോ, അദ്ദേഹം ഇങ്ങോട്ടല്ലോ ഒന്ന് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു തരത്തിലുള്ള ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ സർക്കാരിനും അദ്ദേഹത്തിന്റെ പോലീസിനുമെതിരെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സർക്കാരിലെ ഒരു MLA തന്നെ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു മുൾമുനയിൽ നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് 2023 RSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയജിയെ കണ്ടു എന്ന് പറയുന്നത്. അതൊരു ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ശ്രദ്ധ തിരിയുന്നില്ല. അല്ല ഗണേഷ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ശ്രദ്ധ തിരിയുന്നില്ല. കാരണം MR അജിത് കുമാറിന്റെ ബന്ധങ്ങൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. പിന്നെ P ശശിക്കെതിരെയുള്ള കാര്യങ്ങളും, കാരണം സംരക്ഷിക്കുന്നത് P ശശിയാണ് എന്നും അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ്, ആഭ്യന്തര വകുപ്പിനെതിരെയാണ്. അതിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധ തിരിയലിന്റെ ഒരു പ്രശ്നമേ ഗണേഷ് അക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇതിപ്പോൾ ശരിയാണ്, RSS നേതാക്കളെ ആരെയും പോയി കാണുന്നതാണ്. അതിലൊരു പ്രശ്നവുമില്ല, ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പ്രശ്നമില്ല എന്ന്. പക്ഷെ അവിടെ ചേർത്ത് വായിക്കേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇതേ MR അജിത് കുമാർ തന്നെയാണ് ഈ സ്വപ്ന സുരേഷിനെ സഹായിച്ചത് ബംഗളൂരുവിലേക്ക് കടക്കാൻ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വിജിലൻസ് സംഘം വന്ന് സരിത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും ഒക്കെ അന്ന് എന്തിനാണ് ഈ MR അജിത് കുമാർ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്നുള്ള ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ് വിജിലൻസ് മേധാവി സ്ഥാനത്ത്. പിന്നെ വലിയ പദവിയിൽ വരികയാണ് ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ ഗതി പിന്നീട് എന്തായി? അപ്പോൾ അവിടെ ആരോപണം വരുന്നത് എന്താണ്? കേന്ദ്ര ഏജൻസികൾ സഹായിച്ചു എന്നാണല്ലോ. അതിലൊരു BJP RSS സഹായം അക്കാര്യത്തിൽ കിട്ടിയെന്നുമാണ്. അപ്പോൾ ഈ ചേർത്ത് വായന നടത്തുമ്പോൾ കേരളത്തിൽ UDF ഈ RSS BJPയുമായിട്ട് അടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ 1-2 സീറ്റുകളിലൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുവാനായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ BJPയുടെ പ്രാദേശിക നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടാവാം. അതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ RSSുമായിട്ട് കൃത്യമായിട്ട് ഒരു അടുപ്പം സൂക്ഷിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ള ആരോപണത്തിന് ബലം നൽകുന്നതല്ലേ ഈ ADGPയുടെ ഈ ചെയ്തികൾ? അത് ഒരു തവണയല്ല, റാം മാധവിനെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സർക്കാരിൽ തന്നെ വരുന്നയാൾ തന്നെയാണല്ലോ, ഭരണതലത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നയാൾ തന്നെയാണല്ലോ, ക്രമസമാധാന പാലനത്തിന്റെ ADGP എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്രധാനമായ പദവിയിൽ ഇരിക്കുന്നയാളാണ്. DGPക്ക് ഇല്ലാത്ത അധികാരം പോലും ഈ ADGPക്ക് നൽകിയിട്ടുണ്ട് ഈ സർക്കാർ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നുമില്ല, നിർദോഷമാണെന്ന് പറയരുത്. ഈ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റുകയില്ല ഗണേഷ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ RSSന്റെ ഞാൻ തുടക്കം ഒന്ന് മനുഷ്യൻ ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് RSSന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് RSSന്റെ നേതാക്കന്മാർ, ചുമതലപ്പെട്ട ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകളെ, എല്ലാ വിഭാഗം ആൾക്കാരെയും, ഈ ജനസഞ്ചയത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും കാണുകയും സമ്പർക്കം ചെയ്യുകയും അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സാമൂഹികമായുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അതിലൊരു യാതൊരുവിധ തെറ്റും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സർക്കാർ, നിങ്ങൾ തന്നെ പറയുന്നു P ശശിയാണ്
കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു എം എൽ എ ഞാൻ പറഞ്ഞ പ്രതിപക്ഷത്തുള്ള ഒരു MLA അല്ല പറയുന്നത്, പ്രതിപക്ഷത്തുള്ള MLA അല്ല പറയുന്നത്, ഇതേ MLA തന്നെ ഫോൺ ചോർത്തിയതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന അധോലോക സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു MLA തന്നെ പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ MLA പറയുന്നത് മുഖവിലേക്ക് എടുക്കുക എന്ന് മാത്രമല്ല, ഇവിടെ MLAയുടെ നേതൃത്വത്തിൽ ഒരു അധോലോക സംഘമുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുണ്ട്, പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്. ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങൾ തമ്മിലുള്ള വീതം വെപ്പിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനങ്ങളുടെ ചർച്ചയിൽ നിന്ന് അതിന്റെ ശ്രദ്ധ മാറ്റി നിർത്തണം. ആ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കട്ടെ, ഇതേ ആരോപണം ഉന്നയിച്ച VD സതീശൻ RSS വേദിയിൽ വന്നിട്ടില്ലേ ഈ പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ? നിരവധിയായിട്ടുള്ള MLA മാർ ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഫോട്ടോകൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ EP ജയരാജനെ പ്രകാശ് ജാവദേക്കർ EP ജയരാജന്റെ മകന്റെ കുട്ടിയുടെ പാല് കൊടുക്കൽ ചടങ്ങിന് പോയതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണോ അതിന്റെ യഥാർത്ഥ കാരണം? അതായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അല്ലാതെ EP ജയരാജനെ കണ്ടതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറയുന്നത് അതൊന്നും കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. ശരി ഗണേഷ്, സ്വർണ്ണക്കടത്ത് കേസിന്റെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എവിടെ പോയി എന്നുള്ള കാര്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിലും അഡ്വക്കേറ്റ് BN ഹസ്കറിന്റെ കോള് കട്ടായിരുന്നു നേരത്തെ. അഡ്വക്കേറ്റ് BN ഹസ്കർ ഒരു സെക്കൻഡ് ഗണേഷ് വരാം. ഞാനത് ഹസ്കറിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടതുകൊണ്ടോ RSSന്റെ ഒരു നേതാവിനെ കണ്ടതുകൊണ്ടോ BJPയുടെ ഒരു നേതാവിനെ കണ്ടതുകൊണ്ടോ ഒരു ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുന്ന കേസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും കരുതേണ്ട ആവശ്യമില്ല. കാരണം ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് അവരുടേതായ ചില അന്വേഷണ കാര്യങ്ങളുണ്ട്. അതിൽ ചില എന്താ പറയാ പല ദേശീയ തലത്തിലുള്ള പല കേസുകളും എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നിരവധിയായ വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഗണേഷ്, പക്ഷേ അങ്ങനെ ഒരു സൂചന പോലും കാണുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ഗണേഷ്, ഞാൻ വരാം.